ആഗ്രഹിച്ച് നേടിയതല്ല ഈ അവസ്ഥ. ഞാൻ തെറ്റുകാരിയല്ല. എങ്കിലും അതെനിക്ക് പിടിപെട്ടു. എന്നെ വൈകൃതത്തെ എന്ന പോലെ അകലേക്ക് മാറ്റി നിർത്തുന്നതിൽ എന്തു നീതി! ആശ്രയമറ്റ ജീവിത സമരത്തിൽ അഴുക്കുചാലിൽ നിന്ന് അഴുക്കുചാലിലേക്കുള്ള ഒഴുക്കിനിടെ ഞാൻ എന്നിലേക്ക് ആവാഹിച്ച ഈ മഹാമാരി, അതിൻ്റെ നോവും നെറികേടും ഞാൻ അറിയണം. ഞാൻ വരുത്തിവെച്ച എൻ്റെ വിധി. ചെയ്ത അല്പം ക്രൂരമായിപ്പോയി. പക്ഷേ നിവർത്തിയില്ലായിരുന്നു. എനിക്ക് ഈ അവസ്ഥയുണ്ടെന്നറിഞ്ഞാൽ ആദ്യം അകലുക ഭാര്യയായിരിക്കും. അതെനിക്ക് സഹിക്കാനാകുമായിരുന്നില്ല. അവളെ ഈ അവസ്ഥയിലാക്കിയാൽ പിന്നെ ഭർത്താവിനെ ഉപേക്ഷിക്കാനാവില്ലല്ലോ എന്ന നിന്ദ്യമായ നിലയിലേക്ക് എൻ്റെ മനസ്സ് ചിന്തിച്ചു. അങ്ങനെ ഞാൻ നിരപരാധിയായ, സ്നേഹമയിയായ, പതിവ്രതയായ ഭാര്യയ്ക്കും ഇത് ദാനമായി നൽകി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ അവസ്ഥ ഇല്ലാതിരുന്നിട്ടും ഞാൻ ഈ ദുരന്തത്തിൻ്റെ ഇരയായി. എനിക്കുണ്ടായ ഈ ദുർവിധിക്ക് ആരാണ് ഉത്തരവാദി? എനിക്ക് ഈ അവസ്ഥയുണ്ടെന്നുള്ളത് അതീവ രഹസ്യമാണ് കേട്ടോ. പുറത്തറിഞ്ഞാൽ കഥ കഴിഞ്ഞു. വീടും വീട്ടുകാരും അകലും. സമൂഹം പുഴുത്ത പട്ടിയെ പോലെ ആട്ടിപ്പായിക്കും. HIV എന്നാൽ എയ്ഡ്സ് എന്നാൽ മരണം. അതെ, HIV ലോകം നടുക്കത്തോടെ വെറുപ്പോട് നോക്കിക്കാണുന്ന ഒരു ദുരന്താവസ്ഥ. HIV എന്നാൽ എയ്ഡ്സ് എന്നാൽ മരണവും. അങ്ങനെയാണോ? പണ്ടത്തെ പല മഹാമാരികളെയും പോലുള്ള പകർച്ചവ്യാധി അല്ല എയ്ഡ്സ്. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥയാണിത്. ചില ജീവിത സാഹചര്യങ്ങൾ ചില വ്യക്തികളെ അവരറിയാതെ ഇതിൻ്റെ അടിമയാക്കുന്നു. ചുരുക്കം ചിലർ അറിഞ്ഞുകൊണ്ടും ഈ കയത്തിലേക്ക് ആണ്ടുപോകുന്നു. തൻ്റേതല്ലാത്ത കാരണത്താൽ ഈ വിഴുപ്പ് ഭാണ്ഡം ചുമന്ന് സമൂഹത്തിനു മുന്നിൽ വെറുപ്പിൻ്റെയും നികൃഷ്ടതയുടെയും പ്രതിരൂപമായി ഒടുങ്ങേണ്ട ജന്മമായി മാറുമെന്ന് തിരിച്ചറിയുന്ന മുഹൂർത്തങ്ങൾ. ജീവിതം ഇരുളിലാണ്ട് ആഴമറിയാത്ത ഇടത്തേക്ക് ആണ്ടുപോകുന്ന പ്രതീതി. ഇതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഈ ദുരവസ്ഥയെ പ്രതിരോധിച്ചുള്ള ജീവിതം സാധ്യമാണോ? ആകുമെന്ന് ഈ ലോകത്തിനു മുന്നിൽ തെളിയിച്ച് കാട്ടിക്കൊടുത്തു ഈ ധീരവനിത വീണാധരി. ജീവിത വഴിത്താരയിൽ ആകസ്മികമായി വന്നു പതിച്ച HIV ബാധയെ മനഃശക്തി കൊണ്ട് നേരിട്ട വനിത. ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ഭയത്തെ തൂത്തെറിഞ്ഞ് സമൂഹത്തിനു മുന്നിൽ നിവർന്നു നിന്ന് ആ സത്യം വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാട്ടിയവൾ. പിന്നെ ഈ ദുരവസ്ഥയ്ക്കിരയായവർക്ക് ആശ്രയവും കരുത്തും സാന്ത്വനവുമായവൾ. വിധിയെ കീഴ്പ്പെടുത്തി രണ്ടാം ജന്മത്തിൻ്റെ സുഹൃതത്തേരേറി വരുമെന്ന് കരുതിയിരിക്കെ അവിചാരിതമായി അവർ നമ്മോട് യാത്ര പറഞ്ഞു. അവർ ഓർമ്മയായിട്ടും
ആ മനസ്സ് കൊളുത്തി നൽകിയ കരുത്തിൻ്റെ പന്തങ്ങളുടെ നാളങ്ങൾ ഉയർന്നാളുകയാണ്. വീണാധരി എന്ന വീരാങ്കന നയിച്ച തേരോട്ട വീതിയിലൂടെ ഇതാ ഒരു പിന്മുറക്കാരി. വെല്ലുവിളിയുടെ വിജയത്തിൻ്റെ പാത തെളിച്ചു വരുന്നത് രമ, ഒപ്പം അവരുടെ കുഞ്ഞുങ്ങളുമുണ്ട്. ഈ രമയെ നിങ്ങളും നമ്മളുമെല്ലാം കേട്ടറിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കാണ് അവരുടെ ജീവിത സംഭവബഹുലത. മാനവരാശിക്ക് മേൽ കൊടുംവാളായി തൂങ്ങുന്ന ഈ പുതിയ ജീവിത വെല്ലുവിളിയെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ നിർധനയായ രമയും കുട്ടികളും എങ്ങനെ നേരിട്ട് തോൽപ്പിക്കുന്നുവെന്ന് കണ്ടറിയുക. അതറിയാൻ കണ്ണൂരിലെ കൊട്ടിയൂരിലെത്തണം. ജീവിതത്തിലെ നെഗറ്റീവുകളെ മനക്കരുത്തിൻ്റെ രാസലായനികളിലൂടെ കടത്തിവിട്ട് പോസിറ്റീവുകളാക്കി മാറ്റുന്ന രമയുടെ തിളക്കമാർന്ന ജീവിത വഴിത്താരകളെ നമുക്കറിയാൻ പോകാം.
ദക്ഷിണകാശി എന്നറിയുന്ന കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കൊട്ടിയൂർ അമ്പലത്തിനടുത്താണ് രമയും കുട്ടികളുമുള്ളത്. ജീവിത വഴിയിൽ പതുങ്ങി നിന്ന HIV ഇവർക്ക് മേൽ ചാടി വീണ് കീഴ്പ്പെടുത്തുകയായിരുന്നു. പച്ചയായ ഗ്രാമീണ ലോകം ഇതറിഞ്ഞു ഞെട്ടി. പിന്നെ കാലം ഇവർക്കായി കാത്തുവച്ചത് എണ്ണമറ്റ ദുരനുഭവങ്ങൾ, പറഞ്ഞറിയിക്കാനാകാത്ത പീഡനപർവങ്ങൾ. മാധ്യമമുഖങ്ങളിലൂടെയാണ് ഈ പാവങ്ങളുടെ ദൈന്യാവസ്ഥയുടെ വിശ്വരൂപം പുറം ലോകം കാണുന്നത്. രമയുടെയും ഒപ്പം HIV ബാധിതരായ 2 കുട്ടികളുടെയും ജീവിത കഥയ്ക്ക് കണ്ണുനീരിൻ്റെ നനവുണ്ട്, വെല്ലുവിളിയുടെ മൂർച്ചയുണ്ട്, നിശ്ചയദാർഢ്യത്തിൻ്റെ ഉറപ്പുണ്ട്. ജീവിതത്തിലേക്ക് അഗ്നിയാളിയ പ്രതീതിയുള്ള ആ നാളുകളുടെ അനുഭവം ഇതാ രമ നമ്മോട് നേരിട്ട് പങ്കിടുകയാണ്. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഷാജിയെ കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ 2.5 വർഷം ഞങ്ങൾ തമ്മിൽ സ്നേഹമായിട്ട് ജീവിച്ചു. പുള്ളിക്കൊരു ആക്സിഡൻ്റ് ആയിട്ടാണ് വന്നത് ബോംബെയിൽ നിന്ന്. അവിടെ നിന്നൊക്കെ രക്തം സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം. ഷാജി നല്ല വെളുത്തൊരാളാണ്, ഞാൻ കറമ്പിയാണ്. ഇരു വീട്ടുകാരും തമ്മിൽ വലിയ ഇഷ്ടപ്പെട്ടുള്ള വിവാഹമായിരുന്നില്ല. ആദ്യമൊക്കെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിതമൊക്കെ അങ്ങ് പോയി. കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമുണ്ട്, വഴക്കുണ്ട്, ഇതെല്ലാം ഉണ്ട്. പണമില്ലാത്തതുകൊണ്ട് സ്വന്തം ജോലികൾ ചെയ്തും ഷാജിക്ക് ന്യൂമോണിയ ഒക്കെ ബാധിച്ചായിരുന്നു. അങ്ങനെ ഷാജീനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിൽ കൂടെ ക്ഷയരോഗം ഉണ്ടെന്നറിഞ്ഞു. അതിന് മരുന്നൊക്കെ കഴിച്ചു. പക്ഷേ അന്നും HIV എന്നുള്ളൊരു അവസ്ഥ, HIV ടെസ്റ്റ് അന്ന് ചെയ്യാത്തത് കൊണ്ട് അന്ന് നമ്മളിത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അവസാനം അവർ 2.5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഷാജിക്ക് വിട്ടുമാറാത്ത പനി വന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ ചെന്നു. എല്ലാ ടെസ്റ്റും എഴുതി. അതിൽ കൂടി HIV ടെസ്റ്റ് എഴുതി. HIV ടെസ്റ്റിൻ്റെ റിസൾട്ട് മാത്രം ഞങ്ങൾക്ക് തന്നില്ല. ഷാജി എന്നിട്ട് ഷാജീനെ വിളിച്ചു, എന്നെയും വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, എന്നോട് ചോദിക്കുന്ന രമ്യക്ക് പനിക്കുന്നുണ്ടോ, പനിയാണോ, പനിക്കാറുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഷാജീനെ ടെസ്റ്റ് ചെയ്ത ഡോക്ടർ എന്നോട് എന്തിനാ പനിയുടെ കാര്യം ചോദിക്കുന്നു? ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ ഇന്ന് വരെ ഒരു അസുഖം എനിക്ക് വന്നിട്ടില്ല. ഷാജീനെ 2 ദിവസം അവിടെ അഡ്മിറ്റാക്കി. പിന്നെയാണ് ഷാജിയോട് വിളിച്ച് കാര്യം പറയുന്നത്. ഷാജിക്ക് HIV വൈറസ് ശരീരത്തിലുണ്ട്, എന്നോട് പറയരുതെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അവിടെ പിടിച്ച് കിടത്തിയായിരുന്നു. എന്നോട് ഞാൻ ചോദിച്ചു എന്തിനാണ് ഡോക്ടറെ വിളിച്ചുകൊണ്ട് പോയതെന്ന്. എൻ്റെ ശരീരത്തിൽ കുറച്ച് HIV വൈറസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പറയും കുറച്ചായാലും കൂടുതലായാലും നമ്മുടെ ജീവിതം പോയി. HIV എന്നറിഞ്ഞ ആ നിമിഷം തന്നെ അവർ കൊറ്റഞ്ചിറ ഷാജിക്ക് HIV ഉണ്ടെന്ന് ഇവിടുത്തെ ടീച്ചേഴ്സായ ആൾക്കാരോട് അവർ വിളിച്ചു പറഞ്ഞ്. അന്ന് കൊട്ടിയൂരമ്പലത്തിൽ ഉത്സവമായിരുന്നു. പിന്നെ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് നമ്മളിത് പറയുമ്പോൾ നമ്മളെ സ്നേഹിച്ചില്ലേ പോലും നമ്മുടെ ബന്ധങ്ങൾ നമ്മളെ അകറ്റുന്നത് വിഷമം തന്നെയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ല. പ്രണയമെന്ന വികാരമായിരുന്നു രമയെയും ഷാജിയെയും ഒന്നാക്കിയത്. വീട്ടുകാരുടെ എതിർപ്പുകൾ കനലുകളായി ജ്വലിച്ചത് പ്രണേതാക്കൾ കാര്യമാക്കിയില്ല. വിവാഹത്തിന് മുൻപ് ഷാജിക്ക് മുംബൈയിലായിരുന്നു ജോലി. 11 വർഷം നീണ്ട ദാമ്പത്യം. 2003 ജൂൺ 9 രോഗത്തെ തുടർന്ന് പ്രിയതമയെയും പൊന്നോമനകളെയും വേർപാടിൻ്റെ കയത്തിലേക്കാഴ്ത്തി ഷാജി മറഞ്ഞു. ഷാജിയുടെ ശരീരത്തിൽ HIV രോഗാണു ഉണ്ടെന്നറിഞ്ഞ രമ തളർന്നു. സംഭവം കാട്ടുതീയായി നാടാകെ പടർന്നു. പരിശോധനയിൽ രമയും HIV പോസിറ്റീവ് ആണെന്നറിഞ്ഞതോടെ ആശങ്ക കുഞ്ഞുങ്ങളിലേക്കായി. 3 മക്കളിൽ ഇളയവരായ അക്ഷരയെയും അനന്തുവിനെയും തനിക്കൊപ്പം HIV പിടികൂടിയതറിഞ്ഞ് രമ വാവിട്ട് കരഞ്ഞു. മൂത്ത മകളെ HIV തൊടാനായില്ലെന്നത് നേരിയ ആശ്വാസവുമായി. ഒറ്റപ്പെടൽ അന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ഇടയിൽ ഒരു ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കും ഈ ഒറ്റപ്പെടൽ വന്നപ്പോൾ ഞാൻ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇതെനിക്ക് വന്നത്. എന്നുവെച്ചാൽ ഈ കുറവുകളെല്ലാം ഉള്ള ഞാൻ വീണ്ടും കുറവുകളിലേക്കാണ് തിരിച്ചു വന്നത്. എനിക്കൊരു കാരണവശാലും ഷാജീനെ ആ സ്ഥലത്ത് നിർത്തണമെന്ന് ഒരു ആഗ്രഹം വെച്ചാൽ ആ ഒരു അവസ്ഥയാണ്. മരണത്തിൻ്റെ മഞ്ഞ് മൂടിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ പറയും ഷാജീനെ അവിടെ നിർത്താൻ പറ്റില്ല എന്ന്. നമ്മൾ വീട്ടിൽ ചെന്നാൽ ഞാനുണ്ടാകും, പിള്ളേരുണ്ടാകും, സ്വന്തം മണ്ണിൽ മരിച്ചാൽ കിടക്കാം. ഇത് മാത്രം മറ്റാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത എൻ്റെ ഭർത്താവിന് ഞാൻ എൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ കൊണ്ടുപോകുകയാണെന്ന്. എൻ്റെ കയ്യിൽ 150 രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ ഷാജീനെയും കൂട്ടി
അവരോട് പറഞ്ഞു എനിക്കൊരു ഓട്ടോ കൂട്ടി തരണമെന്ന്. അവരെന്തായാലും ചോദിച്ചു എന്നോട് കാശുണ്ട്. ഞാൻ പറഞ്ഞു ഒരു 50 രൂപയും കൂടെ തരണമെന്ന് പറഞ്ഞു. ഞാൻ 50 രൂപയും തന്ന് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഓട്ടോയ്ക്ക് ഞാൻ കൊണ്ടു നിർത്തി. ഇന്ന് സത്യം പറഞ്ഞ ഷാജിയുടെ കാര്യത്തിൽ ഇന്നും എനിക്ക് സങ്കടം തന്നെയാണ്. എന്നിട്ട് ബസ്സേ കയറ്റി ഷാജിൽ ഇരുത്തിയിട്ട് എന്നോട് പറഞ്ഞു നീ എനിക്ക് ഇച്ചിരി ഓറഞ്ച് മേടിച്ച് തരണമെന്ന്. ഞാനത് അന്ന് ഷാജിയുടെ അടുത്തുനിന്ന് ഇറങ്ങി ഓറഞ്ച് മേടിക്കാൻ ചെന്നപ്പോൾ ബസ് ഇങ്ങനെ വിട്ടു പോവുക. ഒന്നും ഈ വയ്യാത്ത ഒരു ബലം പോലും ഇല്ലാത്ത ആൾ 2 വിക്ക് ഷോപ്പറും തൂക്കി പെട്ടെന്ന് ഈ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി എന്നെ കണ്ടുപാടെ. എന്നെ ക്ഷമയില്ലാത്ത ഒരു മനുഷ്യനായി ആരോഗ്യം നശിച്ചിട്ട് ക്ഷമയില്ലല്ലോ. ഷാജിയുടെ മൃതദേഹം പോലും യഥാവിധി മറവ് ചെയ്യാനാകാതെ ഈ യുവതിയും കുഞ്ഞുങ്ങളും ഏകരായി പണിതീരാത്ത കൂരയ്ക്ക് കീഴിൽ പേടിച്ചരണ്ട് ചുരുണ്ടുകൂടി. മരണമറിഞ്ഞ് ആൾക്കാർ വന്നുകൂടുന്നുണ്ട്. പക്ഷേ ആരും അടുക്കുന്നില്ല. ചിലരുടെ മുഖങ്ങളിൽ പരിഹാസം, കള്ളച്ചിരി, അവജ്ഞ, പുലഭ്യം പറച്ചിലുകൾ. ആ ദിവസങ്ങളിലെ രാവുകൾ ഓരോന്നും ഇവർക്ക് കാളരാത്രികളായിരുന്നു. പകൽ പോലും പുറത്തിറങ്ങാനാകാത്ത അവസ്ഥ, ഗുണ്ട ആക്രമണ ഭീതി, നാടുകടത്തൽ ഭീഷണി. എല്ലാവരുടെയും ബോധക്കുറവ് കൊണ്ടാണോ ഷാജീനെ മരിച്ച ആ ശരീരത്തെ എത്രത്തോളം പീഡിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഇതാക്കിയിട്ടാണ് അതിനെ കുഴിച്ചിട്ടത്. 1.5 കിൻഡൽ കക്ക കൊണ്ടുവന്ന് മേത്തിട്ട് ട്യൂബ് ഇങ്ങനെ ഇറക്കി വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളം ആ ട്യൂബിൽ കൂടി ഇറക്കി കുഴിയിലേക്ക് ഇറക്കി ആ എന്നുവെച്ചാൽ വൈറസ്